ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ഫാമിലി. അപ്പോൾ ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോസാണ് ചെയ്യുന്നത്. മാങ്ങ അച്ചാറിടാനാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് മാങ്ങ ഞങ്ങൾ പുറത്ത് പോയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അച്ചാറിടാമെന്ന് വിചാരിച്ചു. ഇപ്പം അത് അധികം പുളിയൊന്നും ഉള്ളൊരു മാങ്ങയല്ലായിരുന്നു. അത് നല്ല പച്ചയ്ക്ക് കഴിക്കുമ്പോൾ ഒരു ചെറിയ മധുരമൊക്കെ ഉള്ള ടൈപ്പായിരുന്നു. അപ്പോൾ ഞാനത് പെട്ടെന്ന് തന്നെ പച്ച ഉറങ്ങുന്ന ടൈമിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവൻ ഉറങ്ങുന്ന ടൈമിൽ തന്നെ വേഗം അത് കഴുകി കട്ട് ചെയ്യുന്നതിനിടയിൽ പീസ് കഴിച്ച് നോക്കുന്നത്. അപ്പം ഞാൻ കഴിച്ച് നോക്കിയത് സാധാരണ മാങ്ങയേക്കാളും പുളി കുറവുള്ളൊരു മാങ്ങയായിരുന്നു. പിന്നെ ഇതെല്ലാവർക്കും തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു അച്ചാറാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. കുറച്ച് അച്ചാർ പൊടിയൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. എനിക്ക് ആ അച്ചാർ പൊടിയേക്കാളും ഇഷ്ടം നോർമലി ഉലുവയും കടുകും കൂടി വറുത്ത് പൊടിച്ച് ചേർക്കുന്ന അങ്ങനത്തെ ടൈപ്പ് അച്ചാറാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ അച്ചാർ അച്ചാറായാലും ഇട്ടിട്ടുണ്ടെങ്കിൽ അധിക ദിവസം ഇരിക്കാറില്ല, പെട്ടെന്ന് തന്നെ തീർന്നു പോകും. ഞാൻ മാങ്ങ പെട്ടെന്ന് ചെറുതായിട്ട് അരിയുന്നുണ്ട്. ചെറുതായിട്ടരിയുന്നതാണ് എല്ലാവർക്കും കൂടുതലിഷ്ടം. ചെറുതായിട്ടരിയുന്ന അച്ചാർ തന്നെയായിരിക്കും. ഞാൻ കനം കട്ടി കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. അരിഞ്ഞെടുത്ത മാങ്ങ ഞാൻ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ട് കുറച്ച് ഉപ്പ് കൂടിയിട്ട് ഇളക്കി വെക്കും. അപ്പോൾ അങ്ങനെ ഉപ്പിട്ട് ഇളക്കി വെച്ച് കഴിയുമ്പം ആ മാങ്ങയുടെ ഉള്ളിൽ നിന്നുള്ള ആ ജലാംശവും എല്ലാം കൂടി പുറത്തേക്ക് അത് തന്നെ കുറച്ച് ഗ്രേവി ആയിട്ട് കിട്ടും. പിന്നെ അതിലേക്ക് ചേർക്കാൻ ആവശ്യമുള്ള പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇതെല്ലാം ഞാൻ അപ്പത്തേനും ആ ഒരു ടൈമിനുള്ളിൽ തന്നെ റെഡിയാക്കി വെച്ചു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്യാമല്ലോ. ഇപ്പോൾ അത്യാവശ്യം മാങ്ങയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയൊരു പാത്രം എടുത്ത് വെച്ച് നമ്മൾ എന്ത് പാത്രമാണോ ഉണ്ടാക്കുന്നത് അതെടുത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ യൂസ് ചെയ്യുന്നതാണ് അധിക നാളിരിക്കാൻ നല്ലത്. ഇപ്പം എൻ്റെ നല്ലെണ്ണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിച്ചത്. പിന്നെ അധിക നാളത്തേക്ക് ഇരിക്കത്തില്ല, കുറച്ചേ ഉണ്ടാക്കുന്നുണ്ടല്ലോ. പിന്നെ എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് കടുക് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു. ഇത് രണ്ടൊന്ന് ചെറുതായിട്ട് പൊട്ടി തുടങ്ങുമ്പോൾ തന്നെ അതിലേക്ക് വെളുത്തുള്ളിയും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും എല്ലാം കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കും. ജസ്റ്റ് ഒന്ന് ഒരുപാട് നമുക്ക് വഴറ്റി കിട്ടണ്ട, ചെറുതായിട്ട് അതിൻ്റെ ആ ഒരു പച്ച ഫ്ലേവറൊക്കെ മാറുന്ന വരെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തു കഴിയുമ്പം അതിലേക്ക് ആവശ്യമുള്ള പൊടികൾ, ഞാൻ ഒരുപാട് എരിവൊന്നും ചേർക്കുന്നില്ല. ഞാൻ യൂസ് ചെയ്യുന്ന പൊടിക്ക് അത്യാവശ്യം എരിവുള്ളതുകൊണ്ട് ഒരു 3-4 സ്പൂൺ മുളക് പൊടിയും കുറച്ച് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇടുന്നുള്ളൂ. അതിട്ട് പൊടി ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ തന്നെ അതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത്, നമ്മൾ സാമ്പാറിന് യൂസ് ചെയ്യുന്ന കായമില്ലേ, അപ്പോൾ ആ കായപ്പൊടിയും കുറച്ച് ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കും. അപ്പോൾ തന്നെ ഞാൻ തീ ഓഫ് ആക്കിയിട്ടുണ്ട്, കാരണം പൊടി ഒരുപാട് മൂത്ത് പോയാൽ കൊള്ളില്ല. ഒരു ജസ്റ്റ് പച്ചപ്പ് മാറിയാൽ മാത്രം മതി. അപ്പം കായപ്പൊടിയും ചേർത്ത് അതിലേക്ക് തന്നെ പൊടിച്ച് വെച്ചേക്കുന്ന കടുകും ഉലുവയും കൂടി വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നു. ഇത്രയും ചേർത്ത് ഇളക്കി തീക്ക് ഓഫാക്കിയിട്ടിട്ടാണ് ഞാനത് ചേർത്ത് ഇളക്കുന്നത്. മാങ്ങ വേഗം ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ അപ്പം തന്നെ ഞാൻ മാങ്ങയിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുന്നത്. ഒരുപാട് ഗ്രേവി ആയിട്ടില്ല. ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം കൂടിയോ അല്ലെങ്കിൽ വെള്ളം ചേർത്താലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ട് വെള്ളം തിളച്ച് കഴിയുമ്പം നെല്ലിക്ക ഞാനപ്പോൾ നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയിട്ട് അതിൻ്റെ നനവ് ഒട്ടും ഇല്ലാതിരിക്കാൻ വേണ്ടി നല്ലൊരു തുണി എടുത്തിട്ട് നീറ്റായിട്ടുള്ളൊരു തുണിയിൽ അത് നന്നായിട്ട് അതിൻ്റെ വെള്ളമെല്ലാം ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു. വെള്ളം ജലാംശം ഒട്ടും ഇടരുത്. നമ്മൾ എന്ത് പാത്രമാണ് എടുക്കുന്നത് ആ പാത്രത്തിലും നെല്ലിക്കയിൽ ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഞാൻ നെല്ലിക്ക ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കാന്താരി യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ കാന്താരി കിട്ടാനില്ലാത്തതുകൊണ്ട് ഞാൻ പച്ചമുളക്, സാധാരണ നോർമൽ പച്ചമുളക്, എരിവുള്ള ടൈപ്പ് ഉണ്ടമുളകാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ച് കുറച്ച് മുളക് നടുവേ കീറിയിട്ടിട്ടുണ്ട്. അങ്ങനെ നെല്ലിക്കയും അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കല്ലുപ്പും പച്ചമുളകും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കൊടുത്ത് പിന്നെ അതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം നേരത്തെ ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം ഇളം ചൂടുണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പം ഇത് തിളപ്പിച്ചാറിയ വെള്ളമായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അപ്പം ഞാൻ അതും ഇട്ട് നന്നായിട്ടൊന്ന് കുലുക്കി എടുത്ത് വെക്കുന്നുണ്ട്. മാങ്ങ ഉപ്പിലിടുന്നതാണെങ്കിലും നെല്ലിക്ക ഉപ്പിടുന്നതാണെങ്കിലും സെയിം പ്രോസസ്സായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാനങ്ങനെ ഒരുപാട് തവണയൊന്നും ഉപ്പിലിട്ടിട്ടില്ല. ഇത് രണ്ടാമത്തെ വട്ടമാണ് ഞാൻ ഉപ്പിലിടുന്നത്. ഇത് ഇട്ട് കഴിഞ്ഞൊരു 10-15 ദിവസം ആകുമ്പോൾ തന്നെ പെട്ടെന്നാകും. പിന്നെ നെല്ലിക്കയ്ക്ക് ചെറിയ ഹോളൊക്കെ ഇട്ട് കൊടുക്കണം, പെട്ടെന്ന് അതിലേക്ക് എരിവും എല്ലാം പിടിക്കാറുണ്ട്. ഇന്ന് നമ്മൾ നെല്ലിക്ക ഉപ്പിലിട്ട് വെച്ചത് എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് പോയി എടുത്ത് കഴിച്ച് പെട്ടെന്ന് തന്നെ തീർന്ന് അറിയില്ല. നമ്മൾ അത്രയും പെട്ടെന്ന് എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഉപ്പ് പിടിച്ചിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടി തന്നെ 2-3 ദിവസം കഴിയുമ്പോൾ തൊട്ട് എടുത്ത് കഴിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഇപ്പം തന്നെ ഇത് ഓൾമോസ്റ്റ് പകുതി ആയിട്ടുണ്ട് നെല്ലിക്ക. എന്നാലും പെട്ടെന്ന് തന്നെ ഇതിലെല്ലാം പിടിച്ചിട്ടുണ്ടായിരുന്നു.
ഞാനിപ്പം നെല്ലിക്കയിൽ ഹോളൊന്നും ഇട്ട് കൊടുത്തില്ലെങ്കിലും അതിലേക്ക് നന്നായിട്ട് പെട്ടെന്ന് തന്നെ എല്ലാം ഉപ്പും എരിവെല്ലാം പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെയും ഓരോ പുതിയ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.